മുസ്ലിം ലീഗിന്റെ വിമർശനത്തിന് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്നും ഉറച്ചുനിന്നത് കോൺഗ്രസ് മാത്രമാണ്. മറ്റുള്ളവർ കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റിയവരാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീഴ്ചയുണ്ടായെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ലീഗിന്റെ വിമർശനത്തിന് പുതുമയില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സനോജ് സുരേന്ദ്രൻ ചേരുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സനോജ്, എന്താണ് ലീഗിന്റെ വിമർശനത്തിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുന്ന മറുപടി? ദിവ്യ, ലീഗിന്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് കോൺഗ്രസിന്റെ നേരെ വിമർശനമുണ്ടായത്. ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കപ്പെടുമെന്നും എന്നാൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുന്നത് UDF ശിഥിലമാക്കുമെന്നുള്ള തരത്തിലായിരുന്നു ലീഗിനുള്ളിലുള്ള ഒരു പൊതുവികാരം. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നത് കോൺഗ്രസ് ആണ്. മറ്റുള്ളവർ തക്കം പോലെ നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷത്തിനൊപ്പം നിലനിർത്തിയിട്ടുണ്ട്. ലീഗിന്റെ വിമർശനത്തിന് യാതൊരു പുതുമയുമില്ല എന്നുള്ളതാണ് അദ്ദേഹം ലീഗിന് ഉള്ള മറുപടിയായി പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ബെഹ്റയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ബെഹ്റ സംസ്ഥാന സർക്കാരിന് ബാധ്യതയാകുമെന്ന് താൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. തന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്നുമാണ് മുല്ലപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വടകരയിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ വടകരയിലാണ് ഒരു പരിപാടിക്കിടയിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുല്ലപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിന്റെ വിമർശനം സദുദ്ദേശപരമെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. കോൺഗ്രസും UDFും ഒറ്റക്കെട്ടാണ്. UDF തിരിച്ചുവരും. ജയ് ഹിന്ദിലയും മറ്റും സ്ഥാനങ്ങൾ രാജിവെച്ചത് സംഘടനാ പ്രശ്നം കൊണ്ടല്ലെന്നും ചെന്നിത്തല പറഞ്ഞു.